സഹകരണ ബാങ്കിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി. പണം തിരികെ നൽകാത്തത് വലിയ ദുരന്തമായി മാറിയെന്ന് ഹൈക്കോടതി. ഇവരുടെ കണ്ണീർ കാണേണ്ടവർ കാണുന്നില്ല. ദേശസാൽകൃത ബാങ്കുകളിലും സ്വകാര്യ ബാങ്കുകളിലും എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല എന്നും ഹൈക്കോടതി ചോദിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, ഹൈക്കോടതി നേരിട്ട് തന്നെയാണ് സഹകരണ ബാങ്കുകളെ വിമർശിക്കുന്നത്. അതിനൊപ്പം തന്നെ സ്വകാര്യ ബാങ്കുകളിൽ ഇങ്ങനെ നടക്കുന്നില്ല എന്നും പറയുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്? സഹകരണ ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപം നടത്തി പണം തിരികെ നൽകാത്ത നിരവധി ഹർജികൾ ഹൈക്കോടതിയുടെ മുമ്പാകെയുണ്ട്. ഏകദേശം 100-ലധികം ഹർജികളാണ് ഇത്തരത്തിൽ ഉള്ളത്. ഇത്തരം നിരവധി പരാതികൾ എത്തുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഇത് അനുയോജ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് സർക്കാരിന്റെ പ്രതിച്ഛായയെ തന്നെ തകർക്കും എന്ന് പറയുകയും ചെയ്തു. അതുപോലെ ചികിത്സാ ചെലവടക്കം ദൈനംദിന കാര്യങ്ങൾ മുന്നിൽ കണ്ടാണ് പലരും ഇത്തരത്തിൽ പണം നിക്ഷേപിക്കുന്നത്. എന്നാൽ ഈ പണം തിരികെ നൽകാത്തത് വലിയ സാമൂഹ്യ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നും കോടതി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇന്നിപ്പോൾ ഈ വിഷയം വീണ്ടും പരിഗണിക്കുമ്പോഴാണ് പിന്നീട് വലിയൊരു വിമർശനം ഇന്നും ഉണ്ടായത്. പണം തിരികെ നൽകാത്തത് വലിയ ദുരന്തമായി മാറി എന്നാണ് ഹൈക്കോടതി പറയുന്നത്. അതുപോലെ ഇവരുടെ കണ്ണീർ കാണേണ്ടവർ കാണുന്നില്ല. മറ്റ് ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകളിലടക്കം ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവർ ശബ്ദമില്ലാത്തവരായതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഇവർ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്? എന്താണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ചോദ്യം. നിരവധി പരാതികൾ ഓരോ ദിവസവും കോടതിക്ക് മുമ്പാകെ എത്തുന്നു. പണം തിരികെ ലഭിക്കാത്ത അവസ്ഥ ഇപ്പോൾ തന്നെ ആളുകളിൽ സഹകരണ മേഖലയിലോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയിട്ടുണ്ട്. അതിനാൽ ഗൗരവമുള്ള ഈ വിഷയം അതീവ ശ്രദ്ധയോടെ കാണണം എന്ന് സർക്കാരിനോട് പലതവണ കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോഴും ഇത്തരത്തിലുള്ള പരാതികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്തെ ഒരു വളരെ പ്രായം ചെന്ന ഒരാളുടെ ഹർജി കോടതിയുടെ മുമ്പാകെ വന്നിരുന്നു. അതിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോടതി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള പല ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഈ കോടതിയെ സമീപിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇവരുടെ കണ്ണീർ കാണണം എന്നൊരു അപേക്ഷ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം സർക്കാരിനോട് മുന്നോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ സഹകരണ മേഖലയെ കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടും എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ശരി ഷബ്ന, സഹകരണ ബാങ്കുകളിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ക്രമക്കേട് സംഭവിക്കുന്നത് എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്.